ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ കറിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ മീഡിയം പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പീസിലാണ് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ വരും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 10 പച്ചമുളകിൽ 4 പച്ചമുളക് മാത്രമേ എരിവുള്ളതുള്ളൂ. ബാക്കിയെല്ലാം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ജിഞ്ചർ പേസ്റ്റ് ആണ്. ഈ ജിഞ്ചർ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ വേണം. ഇനി ജിഞ്ചർ പേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് ഞാനിവിടെ 10 അല്ലി എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 5 അല്ലി മതിയാകും. ഇനി ഇതെങ്ങനെ കറിയാക്കാം നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഇവിടെ ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 5 പീസ് ചെറിയ പട്ട എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു, 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ സവോളയും പച്ചമുളകും ഇഞ്ചി അരച്ചതും വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിയും, മുഴുവൻ മല്ലിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമാണിത്, അതായത് ഫെന്നൽ സീഡ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇതിവിടെ വഴണ്ടു വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാൻ 15 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. കാഷ്നട്ടും ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തിട്ടാണ് നമ്മൾ ഇനി ഇത് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇവിടെ തണുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാവൂ. നമ്മൾ ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരിക്കലും ഇട്ടിട്ട് അരച്ചെടുക്കരുത്. ഇത് ചൂടോടെ തന്നെ നമ്മൾ അരച്ചെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ മിക്സിയുടെ അടപ്പ് ഓപ്പൺ ആയിട്ട് മുഖത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ അരച്ചെടുക്കാവൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും, 1 പിടി പുതിനയിലയും, അതായത് ഒരു 1/2 കപ്പ് പുതിനയില മതിയാകും. പുതിനയില ഒരുപാട് വേണ്ട, 1/2 കപ്പ് മതി. മല്ലിയിലയാണ് കൂടുതൽ എടുക്കേണ്ടത്. കുറച്ചധികം മല്ലിയില വേണം. ഞാൻ ഏകദേശം 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിന്റെ പാനാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവയും 3 പട്ടയും 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പട്ട ചെറിയ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡ്, അതും 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ പൊട്ടി വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഗ്രേവിക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കും. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പാകത്തിനുള്ള വെള്ളം ചേർക്കത്തുള്ളൂ. ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട്
5 മിനിറ്റ് ഇത് ഇതുപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ 5 മിനിറ്റിന് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി ഇതുപോലെ വെക്കണം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഈ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് ഒരുപാട് ഗ്രേവി ഉണ്ടാവുന്നത് അത്ര ടേസ്റ്റ് ആയിരിക്കില്ല. കുറച്ചിങ്ങനെ കുറുകിയ കറിയാണിത്. ഇതുപോലെ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകരുത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇളക്കി കൊടുക്കുവാണ്. വീണ്ടും ഇത് അടച്ചിട്ട് 10 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കാം. മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിവിടെ ടോട്ടൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കറി ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഗ്രീൻ ചിക്കൻ കറി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.